ഗൈസ്, ഞാൻ കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഞാനൊരു കാർ വാങ്ങാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ ഒരു കുളിരി. കേൾക്കുമ്പോഴും കുളിരി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ പെറ്റ്സ്, കാറ് അങ്ങനെയുള്ളതിനൊക്കെ ഭയങ്കര പ്രമോണ്. അപ്പോൾ അത് നല്ലൊരു, ഇപ്പോൾ ജർമ്മനിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നല്ലൊരു കിട്ടിലും ജർമ്മൻ കാർ തന്നെ വേണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് പുറകെ പോയിട്ടാണ് ഞാൻ ആദ്യം ലൈസൻസ് എടുത്തത്. ലൈസൻസ് എടുക്കാൻ ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോവാം. ലൈസൻസ് നമ്മുടെ കൈ കിട്ടി. ഇനി നമ്മുടെ അടുത്ത കടമ്പ ഒരു കാർ വാങ്ങിക്കലാണ്. ഈ കാർ വാങ്ങിക്കലും അത്യാവശ്യം എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് ജർമ്മൻ കാർ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ അതിനെയും അതിജീവിക്കണം. കാരണം ഇതെൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കണം വളരെ കാലത്തുള്ള സ്വപ്നമാണ്. അതിന്ന് ഞാൻ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഞാൻ കുറേ നാളായി ഇതിൻ്റെ പുറകെ നടക്കണം. ഒരു നല്ലൊരു കാറ്, എൻ്റെ ഇഷ്ടപ്പെട്ട, ഞാൻ ഉദ്ദേശിച്ച സ്പെക്കിലുള്ളൊരു കാറ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കാറ് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ പോവുകയാണ്. എന്ത് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. ഇതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. നാട്ടിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചത് റോയൽ എൻഫീൽഡായിരുന്നു. അത് ഞാൻ ലോൺ എടുത്താൽ മേടിച്ചത്. എന്നാൽ പോലും ഞാൻ സ്വന്തം പേരിൽ ഞാനായിട്ട് മേടിച്ചൊരു വണ്ടിയാണത്. അത് ഇപ്പോഴും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പോൾ നാട്ടിലില്ല, ഞാൻ ജർമ്മനിലാണെങ്കിൽ പോലും ആ സാധനം ഞാൻ വിറ്റിട്ടില്ല. അത് വീട്ടിലിരിപ്പുണ്ട്. റോയൽ എൻഫീൽഡ് 350 സ്റ്റാൻഡേർഡാണ് എൻ്റെ വണ്ടി. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അടുത്തൊരു വണ്ടിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്, ഒരു 4 വീലർ. ഈ വണ്ടി എടുക്കണ ഒരു കുഞ്ഞിനറിയില്ല, ആർക്കും അറിയാൻ പാടില്ല, വീട്ടിലറിയാൻ പാടില്ല, ഫ്രണ്ട്സിന് അറിയാൻ പാടില്ല, ഇവിടെ ഉള്ളവന്മാർക്ക് അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങളും ആ സർപ്രൈസ് തന്നെ വണ്ടി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വാ, നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ? വണ്ടിയുടെ പേര് പറയുമ്പോൾ തന്നെ പോലെ ഗൈസ്, നമ്മളങ്ങനെ അവസാനം വണ്ടി എടുക്കാൻ പോണ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുള്ള. വാ പോവാ. കാർ എടുക്കാൻ പോണ ഔട്ട്ഫിറ്റ് കാണണോ? വാ കാണിച്ചു തരാം. ഗൈസ്, എക്സൈറ്റ്മെന്റ്. സന്തോഷം കൂടെ നീക്കിയാ വയ്യ. ഇപ്പം നമ്മൾ യൂബാങ്ക് കയറി ബസ് സ്റ്റേഷനിലൊന്ന്. ഇവിടെ ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എല്ലായിടത്തും വെയിറ്റിംഗ് ആണ്. അത് അവസാനം കാണണം വണ്ടി. വണ്ടി അമ്മ ടെസ്റ്റ് ഡ്രൈവ് എടുത്താണ്. ആ ക്ലിപ്പ് കഴിഞ്ഞത് താടി കേട്ടാ. നമ്മൾ ഏത് വണ്ടി എടുക്കാൻ പോണേന്നുള്ളതും അവിടെ തന്നെ കാണിച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മെ താറായി ഷോറൂം എത്തി. ഗൈസ്, ഇതാ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്യാൻ പോണേന്. ഓക്കെ, നിങ്ങളും കൂടെ കാർ കണ്ടോ? വാ. ഗാരേജിലേക്ക് ഒരു കാർ കൂടെ വന്നിരിക്കുന്നു. എക്സൈറ്റ്മെന്റ്. താങ്ക് യു ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ വിളിച്ച് പറയാൻ പോണേ. വീട്ടിൽ വിളിച്ച് വീഡിയോ കോളിലാണ് വണ്ടി റിവീൽ ചെയ്യാൻ പോണം. ഓക്കെ, സാധനം കാണിച്ചിട്ട് പപ്പൂടാ. എൻ്റെ നീ ഇമ്പോർട്ടൻ്റ് എപ്പോഴും ഞാൻ ഫോൺ എടുക്കില്ല. വിളിച്ചുകൊണ്ട് ഫോൺ എടുക്കാനുള്ള ഒരു നല്ല കാര്യം കാണിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. എടാ പോട്ടാ, ഫോൺ എടുക്കണമെന്ന്. എവിടെയാണ്?
അനിയൻ ഇവനാണ് തെണ്ടി ഇത്ര 3 പ്രാവശ്യം വിളിക്കണം, ഫോൺ എടുത്തില്ല. ഒരു സാധനം ഏതാണത്? മച്ചന്മാരെ, കാറുണ്ടില്ലേ? ഇതാണ് നമ്മുടെ കാറ്. സ്വന്തമാക്കിയിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളങ്ങനെ ഒരു കാർ മേടിച്ച് കൊഞ്ചം സ്റ്റൈലാവട്ടെ പോരെ. ഗൈസ്, അങ്ങനെ കാറും എടുത്തിട്ടൊന്ന് ഇപ്പം നമ്മൾ വീടെത്തി. ഇതൊരു വലിയ യാത്രയാണ് അറിയാം, വലിയ ബാധ്യതയാണ് അറിയാം. എന്താകും, എവിടെ പോവും, എങ്ങനെയൊക്കെ ആവും ഒരു ഐഡിയ ഇല്ല. എന്നാലും നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾ എല്ലാം ഇതിൻ്റെ വഴിക്ക് നടക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിത് മേടിക്കണം എന്ന് വെച്ചാൽ നടപടിയാവുമെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം അത്രക്ക് ബാധ്യതകൾ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ നമ്മിങ്ങനെ പോകാതെ ആ സ്വപ്നങ്ങളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതുമാത്രമല്ല, നമുക്ക് ഇനിയും വളരാനുള്ള ഒരു പ്രചോദനം കിട്ടും. പിന്നെ ഈ കാറിന്റെ EMI അടക്കണം, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിലേക്ക് അടുത്തൊരു അച്ചീവ്മെന്റ് കൂടെ ആഡ് ചെയ്ത് BMW X1. ഗൈസ്, നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടരുകയാണ്. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ.